നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളെ കുറിച്ച് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ശശി തരൂർ നടത്തിയ പ്രസ്താവനയും ശശി തരൂരിന് നേരെ കടന്നലുകളെ പോലെ പാഞ്ഞെടുത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവുമാണ് പോയ നാളുകളിൽ കേരളം കണ്ട ഏറ്റവും കൗതുകകരമായ കാഴ്ച. കേരളത്തിന്റെ ആദ്യകാല ചരിത്രത്തിൽ നിന്ന് മുന്നോട്ട് പോയുള്ള പ്രയാണത്തിൽ കേരളം നേടിയ വിവിധ രംഗങ്ങളിലെ പുരോഗതിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ശ്രീ ശശി തരൂർ. ചേർത്തലയിലെ നാട്ടുംപുറത്തൊക്കെ പഴയ ആൾക്കാരെ കുറിച്ച് പറയുന്നൊരു ചൊല്ലുണ്ട്, മിണ്ടാതിരുന്ന് വല്യമ്മ മിണ്ടുന്നത് തലതെറിക്കുന്ന കാര്യമായിരിക്കുന്നു. സാധാരണയായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പോലെ 4 നേരം ഇവിടുത്തെ കോർപ്പറേറ്റ് വാർത്താ മാധ്യമങ്ങളുടെ പ്രവർത്തകരുമായി കൂടിച്ചേർന്ന് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു രീതിക്കാരനല്ല ശ്രീ ശശി തരൂർ. വളരെ മിതമായും സന്ദർഭോചിതമായും ഒക്കെ സംസാരിക്കാനുള്ള കഴിവ് ശ്രീ തരൂരിനുണ്ട്. പക്ഷേ മലയാളികൾക്ക് വ്യക്തമായി അവരുടെ മനസ്സിൽ പതിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, പറയുന്നു മാദേവൻ ഈ ഞാലിപ്പൂവന്റെ പഴമെത്ര സ്വാദുള്ളതായിരിക്കും, കരിനാക്കുകൊണ്ടൊന്നും പറയല്ലേ മൂശാട്ടെ, കരിവള്ളോൻ കോപിച്ചോരാജ്ഞ നൽകി. മലയപ്പുലയന്റെ മുറ്റത്ത് അരുമയായി നട്ടു വളർത്തിയ വാഴയിൽ നിന്നുള്ള ഞാലിപ്പൂവൻ കുല അത് തമ്പുരാൻ വെട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലൂടെ അല്ല ഇന്ന് കേരളം കടന്നു പോകുന്നത്. അതുപോലെ നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ, 6 അണയ്ക്കിനി നിന്റെ കുഞ്ഞിനെ ആരു വാങ്ങും ഈ ചന്തയിൽ. വിശപ്പ് സഹിക്കാനാവാതെ സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്ന അമ്മമാരുള്ള കാലഘട്ടത്തിലൂടെ അല്ല കേരളം ഇന്ന് കടന്നു പോകുന്നത്. ചത്താൽ കുഴിച്ചിടാൻ നാടി മണ്ണില്ലാതെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ രാത്രിക്ക് രാത്രി വള്ളവും തുഴഞ്ഞ് നടുക്കായലിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന കാലഘട്ടത്തിലൂടെ അല്ല കേരളം ഇന്ന് കടന്നു പോകുന്നത്. കീഴാളനെന്നോ മേലാളനെന്നോ വ്യത്യാസമില്ലാതെ, സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ രാജവീഥികളിലൂടെ മലയാളികൾ തോളിൽ കൈയിട്ട് ഒന്നിച്ചു നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ മക്കൾ യാതൊരുവിധ ജാതി മത വർഗ വ്യത്യാസങ്ങളുമില്ലാതെ വിദ്യാലയങ്ങളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. രോഗാതുരനായ അച്ഛന് സോഡിയം കുറഞ്ഞെന്ന് പറഞ്ഞ് തൊട്ടടുത്ത അമ്പലത്തിൽ പോയി വെളിച്ചപ്പാടിനെ കൊണ്ട് അവിലും മലരും ജപിപ്പിച്ചു കൊണ്ടുവന്ന് അത് കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മതിയായ ചികിത്സ നൽകുന്ന കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോകുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ ചക്രവാളങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളം. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ശരാശരി മലയാളിയുടെ വികാരമാണ് ശ്രീ ശശി തരൂർ പ്രകടിപ്പിച്ചത്. ഒരുപക്ഷെ ശശി തരൂരിനേക്കാൾ നന്നായി ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും BJP-യുടെ നേതാക്കൾക്കും ഒക്കെ അറിയാം. പക്ഷേ അറിയുന്ന ഭാവം അവർ നടിക്കുകയേയില്ല. കാരണം അധികാരത്തിന് വേണ്ടി, എങ്ങനെയെങ്കിലും അധികാര സ്ഥാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ അവർക്ക് ഈ അഭിനയം കൂടിയേ കഴിയും.
അതുകൊണ്ടാണ് ശശി തരൂരിനെതിരെ കടന്നലുകൾ പായും പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പാഞ്ഞെടുത്തത്. സമസ്ത മേഖലകളിലും പുരോഗതിയുടെ ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ സർക്കാരുകളും അവിസ്മരണീയമായ പങ്കാണ് വഹിച്ചിരിക്കുന്നതെന്ന് സാധാരണ മലയാളികൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. കൂടുതലൊന്നും ചോദിക്കണ്ടല്ലോ. കോൺഗ്രസും BJPയും ചില ഇടതുപക്ഷ തീവ്രവാദി സംഘടനകളും എല്ലാവരും ചേർന്ന് മാർക്സിസ്റ്റ് ദുർഭരണമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കാനായി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭൂതത്തെ കുടം തുറന്നു വിട്ടുകൊണ്ട് പശ്ചിമ ബംഗാളിൽ കളിച്ച കളി ഓർമ്മയില്ലേ? പക്ഷെ അവരോട് നമുക്ക് ഇന്ന് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഇവർ പറയുന്ന ആ മാർക്സിസ്റ്റ് ദുർഭരണം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഭരണകാലത്ത് പശ്ചിമ ബംഗാളിലെ നാട്ടിൻപുറങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ നഗരജീവിതത്തെ കുറിച്ചും ഒക്കെ നമ്മൾ അറിയുന്നത് പുസ്തകങ്ങളിലൂടെ വായിച്ചാണ്. ഇവരെല്ലാവരും കൂടി സ്വർഗം പണിയാൻ പോയിട്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിന് അധികാരം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇന്നത്തെ സ്ഥിതി എന്താണ്? കേരളത്തിലേക്ക് വടക്കു നിന്നെത്തുന്ന ഓരോ തീവണ്ടികളിലും ബംഗാളികളുടെ പ്രളയമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലുമെല്ലാം ബംഗാളികൾ വൻതോതിലാണ് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ബംഗാളിലെ നാട്ടിൻപുറങ്ങളിലെ ബാല്യകൗമാരങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസം നേടണം, പിന്നീട് കേരളത്തിൽ പോയി എങ്ങനെയെങ്കിലും അല്പം പൈസയൊക്കെ ഉണ്ടാക്കി ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഇന്ന് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഭരിക്കുന്ന പല സ്വർഗങ്ങളിൽ നിന്നും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നല്ല ഒഴുക്കാണ്. എന്താ, ഇവർ പണിത സ്വർഗങ്ങളൊന്നും പൂർത്തിയായില്ലേ? അതോ ഇനി സ്വർഗത്തെ ഇവർ പണിയാനിരുന്ന മാർക്സിസ്റ്റ് ദുർഭരണം അവസാനിപ്പിച്ച് പണിയാനിരുന്ന സ്വർഗത്തിന്റെ പണിക്ക് സിമെന്റും കമ്പിയും കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്? ആ ഒറ്റ ചോദ്യം, അതിന്റെ ഉത്തരം മാത്രം കണ്ടെത്തിയാൽ മതി. ഇവർ മലയാളികൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മലയാളികളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവർ ഒന്നും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല. ശശി തരൂർ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനെയാണ് ഈ പരാമർശങ്ങളിലൂടെ മലയാളി കാണുന്നത്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ത് നല്ലത് ചെയ്താലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞു, ഇടതുപക്ഷത്തെ പള്ളു പറഞ്ഞു. കോൺഗ്രസുകാർ നടത്തിയ തറവേലയാണ്. അത് മലയാളിക്ക് അരോചകമായി മാറിയത് കൊണ്ടാണ് മുൻപത്തേക്കാൾ ഭൂരിപക്ഷം കൊടുത്ത് ഇടതുപക്ഷത്തിന് തുടർ ഭരണം നൽകിയത്. പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരാ തറവേല ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ അവർ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ ശശി തരൂർ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ അറിയാം, ഇനിയും ഈ തറവേല ഇങ്ങനെ തുടർന്നു പോയാൽ അത് കോൺഗ്രസിന്റെ, കേരളത്തിലെ കോൺഗ്രസിന്റെ അസ്ഥിവാരം തന്നെ തോണ്ടിക്കളയുമെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം തരൂർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.